കുറച്ച് ദിവസമായിട്ട് നല്ല പനിയും കോൾഡൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ല. സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. ഈ മാർഷൽ ആർട്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് കുറെ ബെനിഫിറ്റ്സ് കിട്ടും. ഈ മാർഷൽ ആർട്സ് എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് ബോക്സിംഗ് ആവാം, കിക്ക് ബോക്സിംഗ് ആവാം, മുവാത്തൈ ആവാം, കൊങ്ഫു ആവാം, തൈക്കോണ്ട ആവാം, അങ്ങനെ ഏത് മാർഷൽ ആർട്സ് വേണമെങ്കിലും ആവാം. ഇതെല്ലാം പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കുറെ ബെനിഫിറ്റ്സ് കിട്ടും. ഇതിൽ ആദ്യത്തെ ബെനിഫിറ്റ് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ എൻഡുറൻസ് ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. പിന്നെ കിട്ടുന്ന ഏറ്റവും നല്ല ബെനിഫിറ്റ് ആണ് നമുക്ക് സെൽഫ് ഡിഫൻസ് പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഡേഞ്ചറസ് അല്ലെങ്കിൽ ഹസാർഡസ് സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുപോയാൽ നമുക്കിപ്പോൾ ആരെങ്കിലും നമ്മളെ കത്തി വെച്ചോ എന്തെങ്കിലും വെച്ച് അറ്റാക്ക് ചെയ്യാനൊക്കെ വന്നാൽ നമുക്ക് ഇത് പഠിക്കുന്നതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അയാളെ അടിച്ച് തറയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പം അങ്ങനെ കുറെ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഫോക്കസും നമ്മുടെ ഡിസിപ്ലിനും നമ്മുടെ കോൺഫിഡൻസും ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും നമ്മൾ ഈ മാർഷൽ ആർട്സ് പഠിക്കുന്നതിലൂടെ. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഈ മാർഷൽ ആർട്സ് ഒക്കെ ഭയങ്കരമായിട്ട് മാസ്റ്റർ ചെയ്ത ആളുകളൊക്കെ ജീവിതത്തിൽ ഭയങ്കര കൂളായിരിക്കും. അവരെല്ലാത്തിനെയും ഒരു നല്ല കോൺഫിഡൻറ്റോടെയും നല്ല കൂളായിട്ട് എല്ലാത്തിനെയും ഫേസ് ചെയ്യുന്നത്. ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉള്ള ആളുകളൊക്കെ ഈ മാർഷൽ ആർട്സ് ട്രെയിനിങ് ചെയ്യുന്നതിലൂടെ അവരുടെ സ്ട്രെസ്സൊക്കെ ജീവിതത്തിൽ നിന്ന് പോവുക ചെയ്യുന്നത്. അവരുടെ മൈൻഡ് സെറ്റ് നല്ല ക്ലിയർ ആവും. ഈ ലോകത്ത് 2 തരം ആളുകളാണ് മാർഷൽ ആർട്സിലേക്ക് വരുന്നത്. ഒന്ന് ഫിറ്റ്നസ് നോക്കുന്നവർ. അവർ ഈ മാർഷൽ ആർട്സ് ചെയ്യുന്നതിലൂടെ അവരുടെ ഫിറ്റ്നസ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും, അതാണ് നോക്കുന്നത്. പിന്നെ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ആളുകൾ, ഇത് അതിൻ്റെ ഒരു കരിയർ ആക്കുക ചെയ്യുന്നത്. ഈ മാർഷൽ ആർട്സിനെ കരിയർ ആക്കി കോമ്പറ്റീഷനിലൂടെ കോമ്പറ്റ് ചെയ്ത് അവരുടെ ഹൈറ്റ്സിലേക്ക് പോവുക. ഇങ്ങനെ പോകുന്ന 2 ആളുകളാണ് ഈ മാർഷൽ ആർട്സിലേക്ക് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഈ ബെനിഫിറ്റൊക്കെ ഈ 2 നിന്നും കിട്ടും. നിങ്ങൾ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ആളാണെങ്കിലും കിട്ടും, നിങ്ങൾ ഫിറ്റ്നസ് നോക്കുന്ന ആളാണെങ്കിലും കിട്ടും. ഈ ഫിറ്റ്നസ് നോക്കുന്ന ആളുകളെന്ന് വെച്ചാൽ അവർക്ക് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ മാർഷൽ ആർട്സിന്റെ ബാക്കിയുള്ള എല്ലാ ബെനിഫിറ്റും അവർക്ക് കിട്ടും. പിന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ ഈ മാർഷൽ ആർട്സിലാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. ഇപ്പം നമ്മൾ ജിമ്മിൽ പോയാൽ നമുക്കറിയാം, ഇപ്പം നമ്മൾ ജിമ്മിൽ വന്ന ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ ആരെങ്കിലുമൊക്കെ കണ്ട് ചിരിക്കുക തന്നെ ചെയ്യുന്നത് ജിമ്മിലുള്ള. അപ്പം തന്നെ നമുക്കറിയാം, ഇപ്പം ജിമ്മിൽ നമുക്ക് നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ നമ്മൾ അധികം സംസാരിക്കത്തൊന്നുമില്ല. അങ്ങനെ പതുക്കെ മാസങ്ങളെടുത്തായിരിക്കും കുറെ ആളുകൾ തമ്മിലൊക്കെ സംസാരിക്കുന്നതും പേരുകളൊക്കെ തമ്മിൽ അറിയുന്നതൊക്കെ. പക്ഷെ മാർഷൽ ആർട്സിലേക്ക് വരുമ്പോൾ തമ്മിൽ സ്പാറിങ് ചെയ്യുമ്പോഴും തമ്മിൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഈ മാർഷൽ ആർട്സിലെ ആളുകൾ പെട്ടെന്ന് ബോണ്ടാവും. അവർക്ക് പെട്ടെന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നന്നായിട്ട് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ സോഷ്യൽ ഇന്ററാക്ഷൻ മാർഷൽ ആർട്സിൽ നന്നായിട്ടുണ്ട്. പിന്നെ ഈ മാർഷൽ ആർട്സിൽ തമ്മിലുള്ള റെസ്പെക്ട് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിയാൽ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സിൽ ഭയങ്കര മാസ്റ്റർ ആയിട്ടുള്ള ഒരാൾ എപ്പോഴെങ്കിലും കൂൾ അല്ലാണ്ടായിട്ടുണ്ടോ? അയാൾ ഏത് സിറ്റുവേഷനിലും ഭയങ്കര കൂളായിരിക്കും. അയാളെ ചെന്ന് അങ്ങോട്ട് ചൊറഞ്ഞാൽ പോലും അയാൾ നമ്മളെ ഒന്നും ചെയ്യത്തില്ല. വേണം അയാൾക്ക് വേണേൽ ഒരടിക്ക് നമ്മൾ അടിച്ച് താഴെ ഇടാം, പക്ഷെ അയാൾ അത് ചെയ്യത്തില്ല. അപ്പം അത്രയും കൂളായിട്ടുള്ള ആളുകളാണ് അവർ. ഇപ്പം എന്ത് സിറ്റുവേഷനെയും കോൺഫിഡൻറ്റോടെ ആയിരിക്കും അവർ ഫേസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ ഈ ഫിറ്റ്നസ്സിലുള്ള ആളുകളാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ ബെനിഫിറ്റ് ആക്കാം? ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാൻ വീക്ക്ലി 2 days ഞാൻ കിക്ക് ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 2 ദിവസമേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതൊരു 2-2.5 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കുറെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. എൻ്റെ ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ആയി. എൻ്റെ ബോഡിയിൽ കുറച്ച് ഇഞ്ചറീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അതൊക്കെ അങ്ങ് പോയി. കാരണം നന്നായിട്ട് ഡൈനാമിക് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഈ ഫിറ്റ്നസ് ഈ ജിമ്മ് മാത്രം ചെയ്യുന്നവർക്ക് എന്തായാലും കാർഡിയോ വീക്ക്ലി 2 ദിവസം ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ കാർഡിയോ ചെയ്യുന്നത് എൻ്റെ കിക്ക് ബോക്സിംഗ് ആണ്. അപ്പം ഞാൻ അതിലൂടെ ഒരു മാർഷൽ ആർട്സ് പഠിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ എൻ്റെ കാർഡിയോ വർക്കൗട്ടും അവിടെ നടക്കും. അപ്പം 2 in 1 ആണ്. എൻ്റെ കാർഡിയോ നടക്കും, എന്ന് വെച്ചാൽ ഞാനൊരു സ്കില്ലും ലേൺ ചെയ്യും. അപ്പം ആ ഒരു വേയിൽ നിങ്ങൾ മാർഷൽ ആർട്സിനെ കണ്ടാൽ നിങ്ങൾക്ക് കുറെ ബെനിഫിറ്റ് കിട്ടും. ഞാൻ ഈ പറഞ്ഞ ബെനിഫിറ്റ് കൂടാണ്ട് ഇപ്പം നമ്മുടെ കാർഡിയോ, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് കാർഡിയോ ഉണ്ടല്ലോ, കാർഡിയോന്റെ എല്ലാ ബെനിഫിറ്റും നമ്മൾ മാർഷൽ ആർട്സിലൂടെ നമുക്ക് കിട്ടും. എപ്പോഴും ജിമ്മ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ കാർഡിയോ ഇമ്പ്രൂവ് ആവത്തില്ല. എന്തായാലും നമ്മൾ ബാക്കി എല്ലാ മസിൽസിനും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിനും കൂടി വർക്ക് ചെയ്യണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡിയോ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ കാർഡിയോ ആയിട്ട് ചെയ്യുന്നത് മാർഷൽ ആർട്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മാർഷൽ ആർട്സ് പഠിക്കണമെങ്കിൽ ഞാൻ പറയത്തില്ല നിങ്ങൾ ഡോജോയിലൊക്കെ പോയി പഠിക്കണമെന്ന്. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അതിന് പൈസ മുടക്കം ഉണ്ടെങ്കിൽ ഡോജോയിൽ പോയി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ലാണ്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നോക്കിയാൽ തന്നെ ഒരു ബിഗിനർ ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ ഇന്റർനെറ്റിൽ കിടപ്പുണ്ട് ഓരോ മാർഷൽ ആർട്സും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന്. നിങ്ങൾ അധികം സമയം ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ട. ആഴ്ചയിൽ 2 ദിവസം, അതൊരു 3/4 മണിക്കൂർ കാർഡിയോ ചെയ്യുന്ന പോലെ ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ കിക്ക് ബോക്സിംഗ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്ത് വേണേലും പ്രാക്ടീസ് ചെയ്യാം. ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാം, തൈക്കോണ്ട പ്രാക്ടീസ് ചെയ്യാം, മുവാത്തായി പ്രാക്ടീസ് ചെയ്യാം, BJJ പ്രാക്ടീസ് ചെയ്യാം. BJJ മറ്റേ ബ്രസീലിയൻ ജുജുത്സു ആണ്. അതിന് നിങ്ങൾക്ക് റെസ്ലിംഗ് ആണ്
പക്ഷെ അതിന് വരുമ്പം നമുക്ക് ഒരു പാർട്ട്ണറും കൂടി വേണം, വേറൊരു പാർട്ട്ണറും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല ഈ BJJ ഒക്കെ ട്രെയിൻ ചെയ്യുമ്പം പ്രൊഫഷണൽസ് കൂടെ ഇല്ലെങ്കിൽ അത് ചിലപ്പം നിങ്ങൾ തമ്മിൽ പ്രാക്ടീസ് ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ ഡേഞ്ചർ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം BJJ ചെയ്യാണ്ടിരിക്കുക നല്ലത്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഡോജോയിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.